എത്രയോ ആളുകളെയാണ് നമ്മൾ ദിവസവും കാണുന്നത്. അതിൽ കുറേ പേർ നമ്മൾ വളരെ അടുത്തിടപെടുന്നവരാവാം. അവരെല്ലാവരും ഒരുപോലെയാണോ? അല്ല. ചിലർ ശാന്തമായി പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളോടും ഉചിതമായ രീതിയിൽ പ്രതികരിക്കുന്ന, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ തോന്നും വിധം വളരെ ആകർഷണീയമായ വ്യക്തിത്വമുള്ള ആളുകളാവും. എന്നാൽ മറ്റൊരു കൂട്ടർ കുറച്ചൊരു നെഗറ്റിവിറ്റിയുടെ ആളുകളായിരിക്കും. എപ്പോഴും ഉള്ളിലൊരാശങ്കയും അമിതമായ ഉത്കണ്ഠയും ചിലപ്പോൾ വിഷാദവും ഒക്കെയാവും അവർക്ക്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാവും പലപ്പോഴും അവർ പെരുമാറുന്നത്. ഒരു പ്രത്യേക രീതിക്കാരായ ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് പാടാണെന്ന് ഇടപെടുന്നവർക്ക് തോന്നും. മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഇത്തരം വ്യക്തിത്വത്തിന് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആളുകളിൽ ഈ വിധം ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുന്നതെന്ന് നോക്കാം. ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കാനും അവരുടെ പേഴ്സണാലിറ്റിയുടെ ചില പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പെരുമാറാനും നമ്മെ സഹായിക്കും. ആകർഷണീയമായ അല്ലെങ്കിൽ ബാലൻസ്ഡായ വ്യക്തിത്വത്തിന് പകരം ഒരാൾക്ക് എങ്ങനെയാണ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി അഥവാ അല്പം നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്? ഇതിനെക്കുറിച്ച് പല മനഃശാസ്ത്ര പഠനങ്ങളുമുണ്ട്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ കാരൻ ഹോണയുടെ അഭിപ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന ബേസിക് ആങ്സൈറ്റി അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഉത്കണ്ഠയാണ് പിന്നീട് ഒരാളുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ബേസിക് ആങ്സൈറ്റി? ഒരു വ്യക്തിയുടെ ശൈശവത്തിലും ബാല്യത്തിലും മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളും ആ സമയത്തെ മാനസികാവസ്ഥകളും ആ ആളുടെ വ്യക്തിത്വ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുഞ്ഞിൻ്റെ ഇളം മനസ്സിൽ അനുഭവിക്കേണ്ടി വരുന്ന നിരാശ, സുരക്ഷിതത്വമില്ലായ്മ, നിസ്സഹായത, മങ്ങലേൽക്കുന്ന പ്രതീക്ഷ ഇവയൊക്കെ ചേർന്ന് ചെറുപ്രായത്തിൽ തന്നെ അവനിൽ അടിസ്ഥാനപരമായ ഉത്കണ്ഠ സൃഷ്ടിച്ചെടുക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. ഒരു കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമയമനുസരിച്ച് ക്രമീകരിക്കുക എന്നതാണ് നാം സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ഇഷ്ടങ്ങൾ കുഞ്ഞിനുണ്ടാവില്ലേ? അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഇഷ്ടക്കേടുകളും ഉണ്ടാവാം. കുഞ്ഞാഗ്രഹിച്ച പരിഗണനയും പ്രോത്സാഹനവും കൊടുക്കാതെ പോയ അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും എല്ലാ കുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ചേർന്ന് ഒരു കുട്ടിയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ബേസിക് ആങ്സൈറ്റി. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എല്ലാവരുടെയും സ്നേഹം, ശ്രദ്ധ, പരിഗണന, പ്രോത്സാഹനം, സംരക്ഷണം ഇതെല്ലാം അവൻ്റെ ബേസിക് നീഡ്സാണ്. കുഞ്ഞിൻ്റെ മാതാപിതാക്കളോ അവൻ്റെ സംരക്ഷകരോ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എത്രയോ ആഗ്രഹങ്ങൾ ഒരു പക്ഷേ അവൻ്റെ ഉള്ളിലുണ്ടാവും. ചില ഉദാഹരണങ്ങൾ പറയാം. രാവിലെ തിരക്കിട്ട് ജോലിക്കിറങ്ങുന്ന അമ്മയുടെ കാലിൽ പിടിക്കുന്ന കുഞ്ഞിനെ ഒഴിവാക്കി അമ്മയ്ക്ക് പോവേണ്ടി വരാറില്ലേ? ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അച്ഛനെ കൈവീശി കാണിക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ അച്ഛൻ കടന്നു പോകുന്നതും സംഭവിക്കാം. ഇവിടെ ഈ അമ്മയും അച്ഛനെയും കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാനായി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പക്ഷേ ഈ അവസരത്തിലെല്ലാം മാതാപിതാക്കളുടെ ഒരു തലോടൽ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ? അതവന് കിട്ടിയിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 2 2.5 വയസ്സുള്ള ആദ്യത്തെ കുട്ടി മൂത്ത കുട്ടിയാവുന്നു. തുടർന്ന് അങ്ങോട്ട് അവന് പലപ്പോഴും പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധയും സമയവും ഇളയ കുഞ്ഞിലേക്ക് കൂടുതലായി പോകാൻ സാധ്യതയുണ്ടല്ലോ. കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ലെന്നും തൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയുമില്ലെന്നും മൂത്ത കുട്ടിക്ക് തോന്നി തുടങ്ങിയാൽ അതവനിൽ ബേസിക് ആങ്സൈറ്റി എന്ന മാനസികാവസ്ഥ വളർത്തും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചില വീടുകളിൽ അച്ഛനമ്മമാരുടെ തിരക്ക് കാരണം മൂത്ത കുട്ടികളാണ് ഇളയ കുട്ടികളെ സംരക്ഷിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ മാതാപിതാക്കളുടെ സ്നേഹപരിലാളനകൾ നിഷേധിക്കപ്പെടുന്ന ഇളയ കുട്ടികൾക്ക് ബേസിക് ആങ്സൈറ്റി രൂപപ്പെടാം. ഇത്തരത്തിൽ സ്വയം പരിഹരിക്കാൻ പറ്റാത്ത നിരവധി അനുഭവങ്ങളിലൂടെ ഒരുതരം നിസ്സഹായ അവസ്ഥയിൽ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അതോടൊപ്പം അവരിലെ ബേസിക് ആങ്സൈറ്റിയും വളരുന്നു. എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ അത്ര ഉചിതമല്ലാത്ത ചില ആവശ്യങ്ങൾ സാധിക്കുന്നതിലൂടെയാണ് ഈ അടിസ്ഥാന ഉത്കണ്ഠയെ അവർ മറികടക്കുന്നത്. അവയെയാണ് ന്യൂറോട്ടിക് നീഡ്സ് എന്ന് കാരൻ ഹോണെ വിശേഷിപ്പിച്ചത്. ഇത്തരം 10 ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിലൂടെയാണ് ഒരു വ്യക്തിയിൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ളവരിലും ന്യൂറോട്ടിക് നീഡ്സ് കാണാനാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ 10 ന്യൂറോട്ടിക് ആവശ്യങ്ങൾ ബേസിക് ആങ്സൈറ്റി ഉള്ളവരിൽ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെൻഡ്സ് രൂപപ്പെടുത്തുന്നു.